ഭയങ്കര കേട്ടാ. അപ്പോൾ ഇതാണ് ഗുണ്ടൂർ മുളക്. നമ്മളെ ആന്ധ്രയിൽ ഗുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്നൊരു മുളകുണ്ട് അത്. അപ്പം ഇത് നമ്മൾ ബിരിയാണിയിൽ വെച്ചിട്ട് വേറൊരു ലെവലിൽ തക്കാളി ഒന്ന് ആഡ് ചെയ്യാനൊരു ബിരിയാണി ഉണ്ടാകും, ഗുണ്ടൂർ ബിരിയാണി. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഗുണ്ടൂർ ബിരിയാണി നമുക്കൊന്ന്, പിന്നെ ഈ ഗുണ്ടൂർ ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ്. വേറെ റെസിപ്പിയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിന് പുറകെ ആ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗുണ്ടൂർ മുളക് വെച്ചിട്ട് ഗുണ്ടൂർ ബിരിയാണി നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗുണ്ടൂർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ. കണ്ടല്ലോ, കുരുമുളക്, ഏലക്കായ, കരയാമ്പൂ, കറിവേപ്പില ഇട്ടു. അടുത്തായി നമ്മൾ മല്ലി ഇട്ടാ, മല്ലിയിട്ടാണ് 1.5 ടീസ്പൂൺ മല്ലി, ജീരകം, മുളക്, ഗുണ്ടൂർ മുളക് കേട്ടോ. ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി വെക്കാണ്. പിന്നെ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ഇവനങ്ങോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ചൂടാക്കി കഴിയുമ്പോൾ ആഡ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് നിങ്ങൾ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അപ്പം എൻ്റെ നാളെയുള്ളൂ, നാളെ ചേർക്കുന്നുണ്ട്. പരിപ്പ് ചേർക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ 4 റൗണ്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം വയ്ക്കാൻ പോകണം കേട്ടോ. അതെ, വെച്ചാൽ മതി. നോക്കിയിട്ട് വേണമെങ്കിൽ വയ്ക്കാം. അപ്പം നമ്മൾ പേസ്റ്റ് ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. പേസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈവനോട് സൈഡിലൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ബിരിയാണി അരി സോക്ക് ചെയ്യാൻ വെക്കണം. ജീരകശാല അരിയാണ് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. 2 ഗ്ലാസ് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗുണ്ടൂർ മുളകുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചൂടായിട്ടുണ്ട്. കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഗുണ്ടൂർ മുളക്, നമ്മളെ ഗുണ്ടൂർ മുളക് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ വഴറ്റിയിട്ടില്ല. അപ്പം നമുക്കിതൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റാം കേട്ടോ. അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ തക്കാളി ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ. തക്കാളി ഇതിനകത്ത് ആഡ് ചെയ്യില്ല. പിന്നെ ആവിനെ ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസും ഇൻഗ്രീഡിയൻസും ആവശ്യമില്ലാത്തൊരു റെസിപ്പിയാണ്.
അപ്പോൾ ഇത് നല്ല ബ്രൗണായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ്. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി 1 ടീസ്പൂൺ ആഡ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഉപ്പിടാൻ പോവാണ്. ഇത്രയും കൂടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോരുത്തർ കണക്കനുസരിച്ച് ഉപ്പിടാം. ചിക്കൻ ഏകദേശം ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് പേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ട്. നമ്മളെ നല്ല അടിപൊളി പേസ്റ്റാണ്. ഈ പേസ്റ്റ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്. ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിയില, കുറച്ച് മല്ലിയില ഇടണം. ഇത് ഫുള്ള് ഇടണ്ട, ഏകദേശം ഇത്ര ഇട്ടാൽ മതി കേട്ടോ. ഇത്ര മല്ലിയില. അപ്പോൾ നമുക്കിത് മസാല നമുക്കൊന്ന് മാറ്റാൻ പോകണം കേട്ടോ. പാത്രമുണ്ട്. നമ്മുടെ ചിക്കൻ നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് മാറ്റാണ്. രണ്ട് ഗ്ലാസ് അരി ഇട്ടിരിക്കുന്ന കേട്ടോ. നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കാം. 2 ഗ്ലാസ് വെള്ളം ഉണ്ടാണ്. അപ്പോൾ 2 ഗ്ലാസ് ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഉപ്പില്ല, ശകലം ഉപ്പും കൂടി ആഡ് ചെയ്യാണ്. ഉപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ.
ഏകദേശം ഒരു സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്യണ്ട, നമ്മൾ തുറന്നു. നമുക്ക് ഈ ചോറ് കുറച്ച് മാറ്റണം, നമ്മൾ ചോറ് എന്തെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് ഇതിലേക്ക് അതിലും ഉണ്ട്. നമ്മളെ ചോറ് നല്ല ചോറുണ്ട് കേട്ടോ. ചെയ്തത് ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്.